അപ്പോ ട്രിബ്യൂണലിന്റെ കാര്യം എന്താ ചെയ്യണ്ടാവും? എന്താ ചെയ്യട്ടെ, എന്താ ചെയ്യണ്ടാത്ത എന്നപ്പ നിശ്ചയില്ലാത്ത ഈയുള്ളവരിപ്പോ ആകെയുള്ളതേ ഈ കാണുന്നൊക്കെയാ. ഈ ഒന്ന് രണ്ട് എണ്ണച്ചായ ചിത്രങ്ങളും ഈ തുരുമ്പ് വാളും ഈ കോലോ, പിന്നെ ഗുരുവായൂർ പഴയ വീടുണ്ട്. ആ ഈ കോലോ ഒക്കെ അടിച്ച് വൃത്തിയാക്കി ഇടണമെങ്കിൽ തന്നെ വേണം രണ്ടടിച്ചു കളിക്കാരും പെണ്ണുങ്ങള്. അവർക്ക് ഭക്ഷണം കൊടുക്കാൻ തരാവാതെ വന്നപ്പോഴാ അവർ വരാണ്ടായേ. ഇവിടെ ഇപ്പൊ റേഷനാ അവരച്ഛനറിയില്ലേ? ഇല്ല, എല്ലാം അറിയാം. എന്നാലും അവിടത്തേക്ക് ഇപ്പൊ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. മകൻ തമ്പുരാന് ജോലി ഉണ്ടല്ലോ. എന്റെ മകൻ കൊച്ചിനെ കാര്യാവും. അക്കഥ പറയാണ്ടിരിക്കാവും ഭേദം. പഠിപ്പിച്ച് പാസ്സാക്കി ഇവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടന്ന് ഒടുവിൽ ബോംബെക്ക് അയച്ചു. ജോലിയും കിട്ടി. എന്നിട്ട് എന്താ ഫലം? ഒന്നുമില്ല. അസ്ത്രം കിടക്കേ ഇങ്ങനെ കത്തുകൾ വന്നോണ്ടിരിക്കണേ. എന്തിനാ? പണത്തിനെ. അവിടുന്ന് ഇപ്പോ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം. എന്നാലും ഇവിടുത്തെ കുട്ടിയുണ്ടല്ലോ മകളെ ശ്രീദേവി, അവളിങ്ങനെ ടൈപ്പിംഗ് ഒക്കെ പാസ്സാക്കി അവൾക്ക് ഒരു കടലാസ് വന്നിരിക്കുന്നു. ജോലിയായിരുന്നു. സമാധാനമായല്ലോ. ആ സമാധാനം കുറവാണ്ടായേ. ജോലിക്ക് പെൺകുട്ടികളെ പറഞ്ഞയക്കാമെന്ന് നിരീക്ഷിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ലേ? മേരൂര് പോലത്തെ അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജോലിക്ക് പോവാണ്ട് ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ വയ്യാണ്ടാവുന്ന ഇപ്പൊ ഒക്കെ പോലുള്ള പുറപ്പാട് കാണുമ്പം കുട്ടി പറഞ്ഞാൽ ശരിയാണെന്നാ തോന്നണേ. അവിടെ എങ്ങനെയായിരുന്നു സംസാരിച്ചാ മതിയോ? കുട്ടി പുറപ്പെടാൻ തയ്യാറായോ? തയ്യാറാവാണ്. ആ തയ്യാറാവട്ടെ. ഇവിടെ പാട്ടക്കാരൻ അവരാച്ചാ വന്നിരിക്കണേ. പാട്ടത്തിന്റെ കാര്യം പറഞ്ഞു നിൽക്കുക. ഒന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അപ്പോ എണ്ണമില്ലൊക്കെ നന്നായി നടക്കണില്ലേ? ഒക്കെ അവിടുന്ന് സഹായം കൊണ്ടാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ല, പരമസുഖം എന്നർത്ഥം. അവറാച്ചന് ബുദ്ധിമുട്ടൊക്കെ തന്നെയാ. ബുദ്ധിമുട്ടോ? പണത്തിനോ? അവറാച്ചൻ ഒരു കാറ് ബുക്ക് ചെയ്തിരുന്നു. അത് വന്നു. പണം വെട്ടി അത് ഡെലിവറി എടുക്കണം. അതിന് സ്വല്പം. അവറാച്ചന് മോട്ടോർ കാർ വാങ്ങാനുള്ള ബുദ്ധിമുട്ടാണ്. ഇവിടെ റേഷൻ വാങ്ങാനുള്ള ബുദ്ധിമുട്ടാണ്. ആ കേസിനും വഴക്കിനും ഒന്നും ഇതുവരെ പോയിട്ടില്ല, ഇങ്ങോട്ട് പോവില്ല. അവറാച്ചൻ എന്ത് വേണമെന്ന് വെച്ചാൽ ചെയ്തോളൂ. കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ തന്നോളൂ. ഒന്നുമില്ലാത്തതിന് ഭേദമല്ലേ? ആ അവറാച്ചനോട് തമ്പുരാനായിട്ട് ഇവിടെ അങ്ങോട്ട് കയറി താമസിക്കണം പറയാറുന്നില്ലേ? ഈ കോലോകൾ വൃത്തിയായിട്ട് കിടക്കാറുന്നില്ല. കുട്ടി പുറപ്പെടാൻ തയ്യാറായില്ലേ? തയ്യാറാവണം. കുട്ടി സാമാനങ്ങൾ അങ്ങനെ എടുത്തു വെക്കാനേ. സാമാനങ്ങൾ ഒരിക്കലും അത്രയും മതി. പുറപ്പെടാറായില്ലേ? പുറപ്പെട്ട് എന്നാ താമസിക്കാനൊരു സ്ഥലം വേണ്ടേ? അതെവിടെയാന്ന് കണ്ടുപിടിച്ചോ? കഥയില്ലാണ്ട് ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചാ നമ്മുടെ കാര്യസ്ഥനായിരുന്ന കുഞ്ഞുണ്ണിയായല്ലേ, മരിച്ചുപോയ കുഞ്ഞുണ്ണിയായത്, അയാളുടെ മകൻ അവിടെ വലിയ ജോലിയിലാ. അയാൾ മേലാസം കിട്ടിയിരിക്കണു. അയാളുടെ അടുത്ത് കുട്ടിയെ തനിച്ചെങ്ങനെ ആക്കുക? അയാൾ ഒറ്റയ്ക്കല്ല താമസം. നാരായണിയില്ലേ അയാളുടെ അമ്മ, അവരുണ്ടേ. എന്താ എന്താ അത് പോരാന്നുണ്ടോ? എന്നാ അത് തന്നെ മതിയെന്നാ കുട്ടി പറയണേ. എന്നാ പുറപ്പെട്ടോ. അപ്പൊ കുഞ്ഞിനെ രാവിലെ വിളിക്കട്ടോ? കുഞ്ഞിനെ രാവിലെ എന്തിനാ? അപ്പൊ പിന്നെ ആരാ കുട്ടി കൊണ്ടുപോണ സാമാനൊക്കെ എടുക്കുക? എടുക്കാമെന്ന് നോക്കട്ടെ. ശിവ ശിവ, എന്താ കാണേ? ഇത് കുട്ടിക്ക് ഉണ്ടാവച്ചിരിക്കുന്ന സാധനമാ. പിന്നെ ഇതൊക്കെ കൊണ്ടാവേണ്ട കുട്ടിക്ക് എങ്ങനെ കഴിയാൻ പറ്റുക? ശുദ്ധമായിട്ട് തനിച്ചുണ്ടാക്കി കഴിക്കണം വെച്ചാ ഇതൊക്കെ കൊണ്ടാണ്ട് പറ്റുമോ? എന്നാലേ ആ പശുവിനെയും പശുക്കുട്ടിയും കൂടെ കൊണ്ടുപോകട്ടെ. ആ പാലും വാങ്ങേണ്ടി വരില്ലോ. അതൊക്കെ ഇനി ഒരിക്കൽ കൊടുത്തയക്കാം. അതുമായിരിക്കും പാല് വാങ്ങട്ടെ. ശിവ ശിവ, വിട്ടിട്ടേക്കിങ്ങനെ പറയുന്നല്ലാതെ കാണിക്കും നേരം തിരിച്ചില്ലേട്ടാ. കുഞ്ഞാറാവാ വന്നോ. ഈ പെട്ടിയും കിടക്കും നേരെ ബസ് സ്റ്റാൻഡിലേക്ക് കൊണ്ടുപോകണം. അപ്പോ ഈ കണ്ണിമാങ്ങ കറി കൊണ്ടാട്ടം കുറുക്കാളിനും കൊണ്ടോട്ടെ. ആ കുഞ്ഞന്റാവാ, ഈ പറഞ്ഞൂടെ എടുത്തോളൂ. കൊച്ചനീന്റെ കത്ത് വന്നിട്ടുണ്ടേ. എപ്പോഴാ വന്നേ? ഇന്നലെയാ. അത് ഞാൻ പുറപ്പെടാൻ നിർത്താൻ പറഞ്ഞേ. ഇന്നലെ പറയായിരുന്നില്ലേ? ഇന്നലെ ഗുരുവായൂർക്ക് പോയിട്ട് രാത്രിയല്ലേ മടങ്ങിയുള്ളൂ. എന്താ വേണ്ടേ? ഞാൻ കത്ത് കൊണ്ടുവരാൻ, വായിച്ചോളൂ. എനിക്ക് വായിക്കുകയും വേണ്ട പഠിക്കുകയും വേണ്ട. പണത്തിനാണെന്ന് നിശ്ച. സൂക്കേടാന്നാ കുട്ടി വായിച്ചു പറഞ്ഞ്. ഇങ്ങോട്ട് പുറപ്പെടാത്രേ. ഞാൻ കുട്ടിയെ കൊണ്ട് ആക്കിയേച്ചു വരട്ടെ. അപ്പോഴത്തേക്ക് സൂക്കേടാണെന്ന് വെച്ചാ സൂക്കേടായിരിയ, പുറപ്പെട്ടു വരിക വെച്ചാ പുറപ്പെട്ടു വരിക. എന്താ ആയിക്കോട്ടെ, കുട്ടി തന്നോളൂ.
എന്തുകൊണ്ടാണ് 8 ഇത്രയ്ക്ക് സാധനങ്ങൾ വന്നിട്ടാ എന്താ കളിക്കണം? പിന്നെ എത്രയാ വേണ്ടേ? അതങ്ങനെ പറയേ വേണ്ടു. അടികലച്ചിൽ അവസാനിപ്പിക്കാനാ മതിയേ. ആൾക്ക് 2 റിങ് എടുക്കണം മുതലാളി. എടുക്ക അത്രേ വേണ്ടു. ആയിക്കോട്ടെ. ആ തമ്പുരാനായി, ഇപ്പൊ മുതലാളിയായി, ഇനിയിപ്പൊ എന്തൊക്കെ ആവാൻ പോണാവോ. തമ്പുരാനല്ലേ? ആ തമ്പുരാനെന്നൊക്കെ വേണേ പറയാം. ജീവിക്കാൻ മാർഗമില്ലാണ്ടായിരുന്നേ ഉള്ളൂ. മകളാ ശ്രീദേവി. തമ്പുരാട്ടി. മകനാ. അതെ. കൗബീനും കൊടുത്ത് കിടക്കുന്ന കാലത്ത് നോക്കാൻ കണ്ടിരിക്കണു. ആ കുട്ടിയുടെ അച്ഛൻ കുഞ്ഞുണ്ണി കോലോത്ത് നമ്മുടെ കാര്യസ്ഥനായിരിക്കുന്ന കാലത്തെ കേട്ടോ. ഇരിക്കാൻ നിക്കണില്ല. കോലോത്ത് തമ്പുരാട്ടിക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഒരു അസുഖവും ഇല്ല. വന്ന കാര്യം പറഞ്ഞിട്ട് വേഗം അങ്ങോട്ട് പുറപ്പെടാം. കുട്ടിക്ക് ഇവിടെ ഒരു ഓഫീസിൽ ജോലി കിട്ടി. അപ്പൊ എവിടെയെങ്കിലും താമസിപ്പിക്കണമല്ലോ. വല്ലയിടത്തും താമസിപ്പിക്കാനുള്ള ധൈര്യമില്ല. അപ്പോഴാണ് കുഞ്ഞുണ്ണിയുടെ മകന്റെ വിലാസം കിട്ടിയത്. അപ്പോ ഇവിടെ താമസിപ്പിക്കാന്ന് വിചാരിച്ച് ഇങ്ങോട്ട് പുറപ്പെടുകയായി. ഓഹോ, ഇത് എന്റെ ഓഫീസിൽ തന്നെയാണ്. ഒരു ടൈപ്പിസ്റ്റിന്റെ ഒഴിവിന് ഒരു പോസ്റ്റിംഗ് വന്നിരുന്നു. അങ്ങനെയാ? അപ്പൊ പിന്നെ എന്താ നാരായണി, കുട്ടിയുടെ താമസം ആലോക്യാവോ? അയ്യോ, ആലോക്യോ? എന്നാ കുട്ടി ഇവിടെ നിൽക്കട്ടെ, ഞാൻ പുറപ്പെടുകയെ. അപ്പൊ കുറച്ച് കാപ്പി കുടിക്കട്ടോ. ഒന്നും വേണ്ട, കാപ്പി കുടിച്ചു എന്ന് വെച്ചോളൂ. കാപ്പി എന്നല്ല, പഞ്ചാമൃതം തന്നെ കഴിച്ചു എന്നിരിച്ചോളൂ. നാരായണി, ഈ കുട്ടിയുടെ കാര്യത്തിൽ അങ്ങനെ ശുദ്ധാശുദ്ധങ്ങളൊന്നും നോക്കണ്ട. ഇക്കാലത്ത് അതൊന്നും ഇല്ലേനും വയ്ക്കാൻ. അപ്പൊ കുട്ടി ഞാൻ പുറപ്പെട്ടെ. അമ്മേനെ തമ്പുരാട്ടിന്നൊന്നും വിളിക്കണ്ട കേട്ടോ. ചുമ്മാ ശ്രീദേവിന്ന് വിളിച്ചാ മതി. അയ്യോ, എന്താ ഈ കേൾക്കണേ? ഓരോരുത്തർ തമ്പുരാട്ടെ കയറി പേര് വിളിച്ചാല് എന്താ കഥ? വല്ലതും കേട്ടാൽ എന്താ വിചാരിക്കുക? ആരും ഒന്നും വിചാരിക്കില്ല. എന്റെ അമ്മയേക്കാൾ പ്രായല്ലേ. തമ്പുരാട്ടിന്നൊക്കെ വിളിച്ചാലാ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിചാരിക്കുക. അപ്പളേ എന്താ ഇങ്ങനെ എല്ലാം തന്നെത്താൻ ചെയ്യണേ? ആരെങ്കിലും നിർത്തിക്കൂടെ? നിർത്തേ? ഇക്കാലത്തോ? നന്നായി. എന്റെ കൈകൊണ്ട് എന്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ അവൻ കഴിക്കാണ്ട് എണീറ്റ് പോവുകയും ചെയ്യും. എന്നാ ഏതെങ്കിലും ഒന്നിനെ കല്യാണം കഴിച്ചു കൊണ്ടുവരാൻ പറഞ്ഞാലോ അതിട്ട് ചെയ്യേയില്ല. രാജാ, രാജാ, കാപ്പി കാലായി. ദേ കാപ്പി. തമ്പുരാട്ടി എന്തിനാ ബുദ്ധിമുട്ടിയേ? വിളിച്ചാ അങ്ങോട്ട് വരുമായിരുന്നില്ലേ? അമ്മ വിളിച്ചേ? ഞാൻ കേട്ടിരിക്കില്ല. ഈ ജോലി കാരണേ. എന്താ അത്ര പെരുത്ത് ജോലി? ഓഫീസിലെ ഫയലെല്ലാം ഞാൻ തന്നെ നോക്കണം. അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്നും ടൂറിലായിരിക്കും. വന്നാൽ തന്നെ സമയമുണ്ടാവില്ല. അപ്പോ എനിക്കും ഇത്രയൊക്കെ ജോലി ഉണ്ടാവോ? ഹേയ്, തമ്പുരാട്ടിക്ക് ഇത്രയൊന്നും ജോലി ഉണ്ടാവില്ല. ടൈപ്പിസ്റ്റ് അല്ലേ. വിഷമിക്കാനൊന്നുമില്ല കേട്ടോ. ഇങ്ങോട്ട് തന്നേക്കൂ, ഞാൻ കൊണ്ടുപോയിക്കളാം. ഇന്ന് ഞാനൊന്ന് ചോരും കൂട്ടാനൊക്കെ ഉണ്ടാക്കി നോക്കട്ടെ. 3 ഉണ്ണു അറിയാലോ. ശിവ ശിവ, വേണ്ട കുട്ടി ഇങ്ങോട്ട് തന്നോളൂ. എന്താ ഞാൻ ഉണ്ടാക്കിയാൽ? ഉണ്ടാക്കിക്കൊണ്ടൊന്നും ഉണ്ടായിട്ടല്ല, ആരെ കൊണ്ട് ഈ അടുക്കളപ്പണി ചെയ്യിക്കണമെന്നില്ലേ. എങ്ങാനും അവൻ അറിഞ്ഞ പ്രപഞ്ചം കുരുക്കൂട്ടോ. കുട്ടി പോയി കുളിച്ചോളൂ. ഒന്നും ഉണ്ടാവില്ല. ആരാ ഞാൻ? മനുഷ്യക്കുട്ടി തന്നെയല്ലേ. ജാതി ഒന്നും അങ്ങോട്ട് മാറിയെന്ന് വെച്ചിട്ട് പെണ്ണല്ലാണ്ടാവില്ലല്ലോ. ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുന്നുള്ളൂ. ആരാ വിക്രമനാ? ഞാൻ അമ്മാവനെയും കാത്തിരിക്കുന്നു. താരം എവിടെയായിരുന്നു ഇതുവരെ? എന്താ കഥ? താരെന്താ വാവുകൊണ്ട് ഒരു കൂട്ടം വാദ്യം ശബ്ദം പ്രവർത്തിച്ച ആളുകളെ ഭയപ്പെടുത്തണേ? ഞാൻ മദ്രാശിലായിരുന്നു. ഓ, വേണച്ചാൽ സിംഹാസനത്തിലോട്ട് ഇരുന്നോളൂ. അല്പം തിരിച്ചിടണമെന്ന് മാത്രം. ആ, മദ്രാശിന്ന് എപ്പോ വന്നു? ഞാൻ 2 ദിവസമായി. ആ തനിക്ക് അവിടെ ഏതാണ്ട് ജോലി ഉണ്ടായിരുന്നില്ലേ? എന്താ വാദ്യമായിരുന്നു? അല്ല, ഞാൻ ഒരു പത്രത്തിലായിരുന്നു. ബ്ലോക്കിലെ എന്നുവെച്ചാ താൻ പൊളി പറയാം അവിക്കണോ? അതൊന്നും വേണമെന്നില്ല. ജോലി എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് പറഞ്ഞാൽ മതി. ചിത്രകട്ട ചടിക്കലായിരുന്നു. എന്ത് മണ്ണാങ്കട്ട കേട്ടോ. ഇപ്പൊ അവധിയില്ല. പിന്നെ പിരിയേ എന്നുവെച്ചാ എന്തിനാ പിരിഞ്ഞേ? പിരിഞ്ഞല്ല, പിരിച്ചു വിടിയായിരുന്നു. എന്തിനാ പിരിച്ചു വിട്ടേ? ചിത്രകട്ട മറിച്ചിട്ടു. എന്നിട്ട് അവർ പൊട്ടിട്ടുണ്ടാവും. ഇല്ല. അല്ലേ? ഇല്ല. പിന്നെന്തുണ്ടായി?
അബദ്ധത്താൽ തല കീഴായിട്ട് മറിഞ്ഞു. ആ എന്തെങ്കിലും ആട്ടെ. അപ്പൊ പൊട്ടിയെന്നെ അറിയണ്ടു. പൊട്ടിട്ടുണ്ടാവും അല്ലേ? ഇല്ല. പിന്നെ താനെന്താ ഇങ്ങനെയാണെന്ന് പരിങ്ങണേ? ഒരു പത്രം ഉണ്ടായിരുന്നെങ്കിലേ. പത്രമൊന്നും ഇവിടെ ഇല്ല. വാങ്ങലുമില്ല, വായിക്കലുമില്ല, ശുദ്ധ പൊളിയില്ലേ അതില്. അപ്പൊ ചുരുക്കം ജോലി പോയി നടക്കാം അല്ലേ? ഇനിയിപ്പോ എന്താ ചെയ്യാ ഭാവം? അമ്മ ഒരു പോംവഴി കണ്ടുപിടിച്ചിട്ടുണ്ടേ. എന്താ? ഒരു കല്യാണം കഴിക്കാനാ അമ്മ പറയണത്. ജോലി പോയപ്പോഴാ കല്യാണം കഴിക്കണം നമുക്ക് തോന്നിയേ? അല്ല, ജോലിയുള്ളൊരു കുട്ടിയെ കല്യാണം കഴിക്കാനാ അമ്മ പറയണതേ. അപ്പൊ ഞാൻ വെറുതെ ഇരിക്കേണ്ടി വരില്ല. പിന്നെ വേറൊന്നും ചെയ്യണമെന്നില്ല. ഈ 2 എണ്ണ ഛായാചിത്രങ്ങൾ കൊണ്ടുവയ്ക്കണോ, പിന്നെ അതും കൊണ്ടുവയ്ക്കണോ, ആ വാള്, പിന്നെ ഈ സിംഹാസനം കൊണ്ടുവയ്ക്കണോ. എന്നിട്ട് ആ വാളും ഇങ്ങനെ കയ്യിൽ പിടിച്ച് സിംഹാസനത്തിൽ ഇങ്ങനെ ചാരിയിരുന്ന് ഈ 2 എണ്ണ ഛായാചിത്രങ്ങൾ ഞാൻ നോക്കി വാഗോണ്ട് ഇങ്ങനെ ഒരു കൂട്ടം ഡക്ക് ഡക്ക് ആ വാദ്യത്തിന്റെ ശബ്ദവും പുറപ്പെടുവിച്ച് അങ്ങനെ സുഖായിട്ടിരുന്നോളൂ. നിക്കൂ. ഇതേ എന്താ ഇന്നത്തെ കൂട്ടാൻ? മാമ്പഴക്കാണ്. താനേ ആ മാമ്പഴക്കാളിനും കൂട്ടി സുഭിക്ഷായിട്ട് ഊണും കഴിച്ച് ഇന്നിവിടെ അങ്ങോട്ട് കൂടുക. എന്താ താൻ വിഷമിക്കണമൊന്നുമില്ല. ബോംബെയിലെ തന്റെ കൂട്ടുകാരൻ ഇന്ന് തന്നെ വരണമെന്നാ തോന്നേ. മനസ്സിലായില്ലേ? കൊച്ചനിയൻ ജോലിയൊക്കെ കളഞ്ഞു വന്ന് രണ്ടാളും അങ്ങനെ പാട്ടും കൂത്തും ഒക്കെ ആയിട്ട് ഇവിടെ എങ്ങനെ കൂടുക. എന്താ ഞാന് നാളെ ഗുരുവായൂരിന്ന് പോവുക. ഒന്ന് തൊഴാന്. മനസ്സിലെന്തോ ഒരു സുഖയില്ലായ്മ. കാപ്പി. തമ്പുരാട്ടി എന്നെ തമ്പുരാട്ടിന്ന് വിളിക്കണ്ട. പിന്നെന്ത് വിളിക്കണം? ശ്രീദേവിന്ന്. സമ്മതിച്ചു. ശ്രീദേവി എന്തിനാ ഈ കാപ്പിയും കൊണ്ട് വന്നത്? അതും ശീലം കൊണ്ടാണോ? അതെ, അവിടെ ഏട്ടനൊക്കെ ഉള്ളപ്പോൾ ഞാനാ കാപ്പി കൊണ്ടേ കൊടുക്കാരേ. ഏതായാലും ഇനി എനിക്ക് കാപ്പി കൊണ്ടുവരരുത്. എനിക്ക് വേണ്ടി ഇങ്ങനൊരാൾ ബുദ്ധിമുട്ടണത് എനിക്കിഷ്ടമല്ല. ഇവിടെ ആരും ഇല്ലേ? അമ്മേ, അമ്മേ. ആരാ അത്? ഞാനാ, കൊച്ചനിയൻ. കൊച്ചനിയനാ വന്ന? മോനെന്താ പറ്റി? എന്താ ഈ കോലം? എന്തായിരുന്നു സൂക്കേട്? എനിക്കങ്ങനെ പ്രത്യേക സോക്കടൊന്നും ഉണ്ടായിരുന്നില്ല അമ്മേ. പിന്നെ എങ്ങനെയായേ? അവിടുത്തെ ചപ്പാത്തി കൊണ്ടൊന്നും എനിക്ക് പിടിച്ചില്ല. പിന്നെ അമ്മേ, എനിക്ക് വീട് വിട്ടു പോകാൻ ഇഷ്ടമുണ്ടായിരുന്നില്ല അമ്മേ. അച്ഛനെയും അമ്മയും അനിയത്തിയും ഈ വീടും പറമ്പും കുളവും അമ്പലവും ഇവിടുത്തെ ചുറ്റുപാടും ആളും ഒക്കെ എന്നെ പിന്നെ നിനക്ക് എന്താ പറ്റി? എന്തായി പറയണേ? എല്ലാം കൂടി ഓർത്തപ്പോ എനിക്ക് സുഖമില്ലാണ്ടായി അമ്മേ. മനസ്സിന് സുഖമില്ലാണ്ടായി. അങ്ങനെ വരട്ടെ, മനസ്സിലാ തട്ടിയേക്കണെന്ന് അർത്ഥം. എനിക്ക് അത്ര അധികം അസുഖമൊന്നുമില്ല കേട്ടോ. അപ്പോ കൊച്ചനിന്റെ പെട്ടി സാമാനൊക്കെയോ? എനിക്ക് ജോലി ഇല്ലാണ്ടായി അമ്മേ. അപ്പോ ജോലിക്കായി അലയേണ്ടി വന്നു. കയ്യില് കാശുമില്ല. അപ്പോ ഉള്ളത് ഓരോന്നോരോന്നായി വിറ്റു. ഇപ്പോ ഇത് മാത്രമേ ബാക്കിയുള്ളൂ അമ്മേ. ഒന്നും സാരമില്ല കൊച്ചനി. എണ്ണ തേച്ച് അമ്പലക്കുളത്തിൽ പോയി കുളിച്ച ഒരു സുഖം കിട്ടും. അച്ഛനെവിടെ? ഗുരുവായൂർക്ക് പോയി തൊഴാൻ. ശ്രീദേവിയോ? അവൾക്ക് ജോലിയായി തൃശ്ശൂര്. വന്നോളൂ, ഞാൻ എണ്ണ തരാം. മതി അമ്മേ, മതി.